ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത്. ഉള്ളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വാഷ് ചെയ്ത് വെച്ചതാണ്. ആദ്യം നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതിലോട്ട് ഒരു 10 ചുവന്നുള്ളി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ക്വയേഴ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. 2 പച്ചമുളക് കട്ട് ചെയ്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് അല്പം ഉപ്പ് കൂടെ ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ മൂടി വെച്ചിട്ടൊരു 2 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു വിസിൽ വരുന്നവരെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിലോട്ടുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തേങ്ങയിലോട്ട് ഒരു 4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. 4 വെളുത്തുള്ളി, 2 ഉണക്കമുളക്, 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ മല്ലി പൊടിയല്ല, മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ നമുക്കിത് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. നമുക്ക് ആദ്യം ഇതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1.25 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. സിമ്മിൽ വെച്ചിട്ട് വേണം പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാൻ, അല്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകും. ഇപ്പോൾ പൊടികളെല്ലാം ചൂടായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അല്പം വെള്ളം ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഉള്ളി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 2 കപ്പ് ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം നമുക്ക് ഇതിലോട്ട് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ പരിപ്പെല്ലാം നന്നായി തന്നെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. പരിപ്പ് ഇതുപോലെ നന്നായി തന്നെ വെന്ത് വരണം. അപ്പോഴാണ് നമുക്ക് സാമ്പാറിന് നല്ല തിക്നെസ് കിട്ടുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ സമയം ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ടാണ്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ബോയിൽ ചെയ്ത് തേങ്ങയെല്ലാം ഇതിലൊന്ന് സെറ്റായി വരണം.
ഈ സമയം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. കറി താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം വേപ്പിലയും ഉണക്കമുളകും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി സാമ്പാർ റെഡിയായിട്ട് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.